ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു അടിപൊളി ഷോ പീസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഒരു ബലൂണാണ്. അപ്പോൾ ബലൂണ് കഴിഞ്ഞിട്ട് അടുത്ത് വേണ്ടത് നമുക്ക് ഫെവിക്കോളും കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തത്. അപ്പോൾ ഫെവിക്കോൾ കുറച്ച് ഒഴിച്ചിട്ട് അതിന് വേണ്ട വെള്ളം നല്ലവണ്ണം ഒഴിച്ച് ലൂസാക്കിയിട്ട്, പിന്നെ വേണ്ടത് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ പഴയ ബുക്ക് പേപ്പർ. അപ്പോൾ ന്യൂസ് പേപ്പറിനെ കാട്ടി നല്ലത് പഴയ ബുക്ക് പേപ്പറാണ്. അപ്പോൾ അതാകുമ്പോൾ നല്ല കട്ടി കിട്ടും. അപ്പോൾ പേപ്പർ ഫെവിക്കോളിൽ നല്ലവണ്ണം മുക്കിയിട്ട് നമുക്ക് ബലൂണിന് ചുറ്റാതെ നല്ല കട്ടിക്ക് തന്നെ പേപ്പർ ഒരുപാട് ലെയർ, ഒരു മീഡിയം കട്ടി കിട്ടത്തക്ക രീതിയിൽ നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2-3 ലെയർ ഒട്ടിച്ച അതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം വീണ്ടും നമുക്ക് അടുത്ത ലെയറും കൂടെ ഒട്ടിക്കാം. അതും ഏകദേശം ഒരു 3-4 ലെയർ നല്ലവണ്ണം കട്ടിക്ക് തന്നെ എല്ലാ സൈഡിലും ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നല്ലവണ്ണം കട്ടിക്ക് ഒട്ടിച്ചിട്ട് ഒരു ദിവസം നല്ലവണ്ണം ഒന്ന് ഉണങ്ങാൻ വെച്ചേക്കണം. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇനി അതിനെ വരച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ട ഒരു അളവിൽ അതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ആ ബലൂണൊക്കെ അങ്ങ് പൊട്ടിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തിൻ്റെ അടുപ്പിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് കത്തിരി വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വളച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് സിമൻറ്റും വെള്ളവും പിന്നെ ഫെവിക്കോളുമാണ്. അപ്പം ഫെവിക്കോൾ കുറച്ച് മതിയാകും, അത് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. അപ്പം ഒരു മീഡിയം ലൂസിന് നല്ലവണ്ണം വെള്ളത്തിൽ വൈറ്റ് സിമൻറ്റ് കലക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം കറക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ കറക്കിയെടുക്കുമ്പോൾ എല്ലാ സൈഡിലും നല്ല രീതിയിൽ കട്ടിക്ക് തന്നെ പറ്റത്തക്ക രീതിയിൽ നല്ലവണ്ണം കറക്കിയെടുക്കാം. അപ്പോൾ ഇതേ കണക്ക് ഏകദേശം ഒരു 8 തവണ നല്ലവണ്ണം കറക്കി വൈറ്റ് സിമൻറ്റ് ഒഴിച്ചു കൊടുക്കുമ്പം അകത്ത് നല്ല കനത്തിന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മോൾഡ് റെഡിയായി കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 8 തവണ ഇതേ കണക്ക് തന്നെ ഒരു ഉണങ്ങുന്നതിനനുസരിച്ച് കുറേശ്ശെ ലൂസാക്കി ഒഴിച്ചു കൊടുത്തതാണ്. അപ്പം ഏകദേശം നല്ല കട്ടി നമുക്ക് അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് ആ പേപ്പറെല്ലാം ഇളക്കി കളയാം. പേപ്പറെല്ലാം ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് കത്തി ഉപയോഗിച്ച് അതിൻ്റെ തടുപ്പുകളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ചുരണ്ടി കളയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈറ്റ് സിമൻറ്റ് നല്ല കട്ടിക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ വാരി. അപ്പം നമ്മളൊരു കോഴിയുടെ ഒരു ലുക്കിലുള്ളതാണ് ഷോ പീസാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതേ കണക്ക് ആദ്യം അതിൻ്റെ വാലിൻ്റെ സൈഡ് വരുന്നത് കട്ടിക്ക് തന്നെ കൈ കൊണ്ട് കോരി വയ്ക്കുന്നുണ്ട്. അപ്പം കുറേശ്ശെ കൈ കൊണ്ട് ഒട്ടിക്കപ്പോൾ പെട്ടെന്ന് സെറ്റ് ആയിക്കോളും, ഉണങ്ങും. വൈറ്റ് സിമൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും.
വാലിൻ്റെ ഭാഗമൊക്കെ റെഡിയാക്കിയിട്ട് അടുത്ത കഴുത്തിൻ്റെ ഭാഗം കൂടെ, കഴുത്തിൻ്റെയും തലയുടെ ഭാഗം കൂടെ അതും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട സൈസിന് കൈ കൊണ്ട് കുറേശ്ശെ വാരി ഒട്ടിച്ചിട്ട് അടി സൈഡിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറ്റാനുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കൈ കൊണ്ട് വാരി നല്ലോണം ഷേപ്പ് ചെയ്തെടുക്കുക. ഏകദേശം എല്ലാ സൈഡും നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊന്ന് ഉണങ്ങാൻ വെച്ചിട്ട് പിന്നെ നമുക്ക് കത്തി ഉപയോഗിച്ച് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ചുരണ്ടി കളയാം. ഇപ്പോൾ തടുപ്പും എവിടെയെങ്കിലും കട്ടിയായിട്ട് ഇരിക്കണത് കത്തി ഉപയോഗിച്ച് ചുരണ്ടപ്പോൾ പെട്ടെന്ന് പോകും. ഇനി അതിൻ്റെ തലയുടെ സൈഡിലുള്ളതൊക്കെ ഒന്ന് നല്ലോണം കട്ട് ചെയ്ത് എടുക്കണം. പിന്നെ അതിൻ്റെ വാലിൻ്റെ സൈഡിലുള്ളതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ബാക്കിയൊക്കെ ഉണങ്ങാൻ നേരത്ത് പേപ്പർ പിടിക്കാൻ നേരത്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു 1-2 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പേപ്പർ പിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 80 പേപ്പറാണ് ആദ്യത്തെ ഇതിന് വേണ്ടി ഇടുന്നത്, തടുപ്പൊക്കെ മാറാൻ വേണ്ടി. ആ പേപ്പർ ഇട്ട് ആ വലിയ തടുപ്പൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ട് അടുത്ത് നമുക്ക് അതിൻ്റെ ചെറിയൊരു പീസും കൂടെ വയ്ക്കാറുണ്ട്. അതും കൂടെ ഒന്ന് വെച്ച് കൈ കൊണ്ട് തന്നെ ഒരു ശകലം വൈറ്റ് സിമൻറ്റ് മിക്സ് ചെയ്തിട്ട് ഇതിനെയും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഒട്ടിച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ ഏകദേശം നല്ല ഉണങ്ങി കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ സാധാ വാൽപുട്ടിയാണ്. അപ്പോൾ വാൽപുട്ടി ചുവരിലൊക്കെ ഇടുന്ന വാൽപുട്ടി വെള്ളത്തിൽ നല്ലവണ്ണം ഒരു മീഡിയം കട്ടിക്ക് കലക്കിയിടുക. ബ്രഷിനടിക്കേണ്ട ഒരു പരുവത്തിന് മാത്രം. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബ്രഷിന് തന്നെ കോരി എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ ഒരു 2-3 ലെയർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലവണ്ണം എല്ലാ സൈഡിലും പറ്റത്ത രീതിയിൽ ബ്രഷ് ചെയ്തിട്ട് ഒരു ദിവസം നല്ലവണ്ണം ഉണങ്ങാൻ വയ്ക്കുക. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത പേപ്പർ, ഫിനിഷിംഗ് പേപ്പറും കൂടെ ഇട്ട് അത് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി എടുത്ത പേപ്പർ എന്ന് പറഞ്ഞാൽ 220 അപ്പോൾ അത് പേപ്പർ ഇടാൻ നേരത്തെ തന്നെ ഏകദേശം നല്ല ഫിനിഷിങ് കിട്ടും. അപ്പം പുട്ടിയായതുകൊണ്ട് പെട്ടെന്ന് ഇളകി പോവുകയും ചെയ്യും പേപ്പർ ഇടപ്പോൾ. അപ്പോൾ പുട്ടിയുടെ കുറച്ച് അംശം മാത്രം അത് വെച്ചിരുന്നാൽ മതി. ബാക്കിയെല്ലാം പേപ്പർ ഇട്ട് തന്നെ പിടിച്ച് ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ വാലിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ബാക്കിയുള്ള ഭാഗത്തൊക്കെ കട്ട് ചെയ്ത് പേപ്പറൊക്കെ ഇട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ പേപ്പറെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാൻ എടുത്തേക്കുന്ന എല്ലാ കളറും ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ കോട്ട് ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് കൊടുക്കണമെങ്കിൽ വൈറ്റ് കൊടുക്കാം. ഞാൻ ബ്ലാക്ക് കൊടുത്തിട്ട് അതിൽ വരുന്ന പുള്ളികൾ വൈറ്റ് പുള്ളിയാണ് അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വൈറ്റ് കളർ കൊടുത്തിട്ട് ബ്ലാക്ക് പുള്ളിയോട് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അക സൈഡിലും അതിൻ്റെ തലയുടെ ഭാഗത്തൊക്കെ വൈറ്റ് ആക്രിലിക്കിൻ്റെ കളറാണ് അടിക്കുന്നത്. പിന്നെ തലയുടെ മുകൾ സൈഡിൽ റെഡും അതിൻ്റെ അടി സൈഡിലും റെഡ് കളർ ആക്രിലിക്കിൻ്റെ റെഡ്. പിന്നെ അതിൻ്റെ ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ ആക്രിലിക്കിൻ്റെ യെല്ലോ കളറും.
അപ്പം നമ്മൾ കളറെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് നമുക്കതിൽ പുള്ളി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ആക്രിലിക്കിൻ്റെ വൈറ്റ് കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് പെൻസിലിൻ്റെ റബ്ബർ വരുന്ന ഭാഗത്ത് ആ സൈഡിൽ വൈറ്റ് ആക്രിലിക്കിൻ്റെ കളറ് അതുകൊണ്ട് നമുക്ക് പുള്ളി ഇട്ട് കൊടുക്കാം. അപ്പം അത് ഏകദേശം എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ ഇതേ കണക്ക് തന്നെ ടച്ച് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മുടെ ഷോ പീസ് കാണാനൊക്കെ ഒരു ലുക്കായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത് അതിൻ്റെ കണ്ണ് വരച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ CD മാർക്കറാണ് ഉപയോഗിക്കുന്നത്. അപ്പം CD മാർക്കർ ആകുമ്പോൾ ഇളകി പോകത്തുമില്ല. CD മാർക്കർ കൊണ്ട് അതിൻ്റെ കണ്ണിൻ്റെ ഭാഗം കൂടെ ഒന്ന് വരച്ച് ക്ലിയർ ആക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.